പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും. ഒരു പ്രതിസന്ധിയും എനിക്ക് ആവശ്യമില്ല, ഒരു പരീക്ഷയും എനിക്ക് അനുഭവിക്കാൻ മനസ്സില്ല എന്ന് പറയുന്നുവെങ്കിൽ അയാൾക്കൊരു ഭാഗ്യവാനായി തീരുവാൻ സാധ്യമല്ല. ഭാഗ്യവാനായി തീരണമോ, അനുഗ്രഹിക്കപ്പെട്ട ഒരാളായി മാറണമോ, പരീക്ഷ സഹിച്ചേ പറ്റൂ. ഒരു കുട്ടി ക്ലാസ്സിൽ പറയുകയാണ്, എനിക്ക് പരീക്ഷ ഒന്നും എഴുതാൻ പറ്റില്ല, ഓണപ്പരീക്ഷ എഴുതാൻ പറ്റില്ല, ക്രിസ്മസ് പരീക്ഷ എഴുതാൻ പറ്റില്ല, ആനുവൽ എക്സാമിനേഷന് ഞാൻ എഴുതില്ല, എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്കൂള് അത് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. നിനക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഈ ക്ലാസ്സിലുള്ള പരീക്ഷകളെല്ലാം എഴുതി നീ ജയിച്ചേ പറ്റൂ, എന്നാൽ നിനക്ക് പ്രൊമോഷൻ തരാം. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ തന്നെ ഇരുന്നോ. അപ്പോൾ പരീക്ഷ സഹിക്കാൻ, ജീവിതത്തിലെ പ്രതിസന്ധികൾ സഹിക്കാൻ ഒരു വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിൽ, മനസ്സില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം അവൻ എവിടെ നിന്ന് നിൽക്കുന്നുവോ അവിടെ തന്നെ അവൻ വീണ്ടുമായിരിക്കും. അവൻ ഒരു പടി പോലും മുന്നോട്ട് വരുവാനായി കഴിയില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ യാക്കോബ് കൃത്യമായി പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ജീവിതത്തിൽ ട്രയൽസ് വരും, പരീക്ഷണങ്ങൾ വരും. അത് സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ചില വ്യക്തികൾക്ക് അവനൊരു പ്രൊമോഷൻ ആത്മിക വിഷയത്തിൽ ദൈവം കൊടുക്കുവാൻ വേണ്ടി ചില ട്രയൽസുകൾ കൊടുക്കുമ്പോൾ ആ പരീക്ഷണങ്ങൾ എനിക്ക് വേണ്ട ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്ത്, അല്ലെങ്കിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്ത്, ദൈവമേ എങ്ങനെയെങ്കിലും ഈ പരീക്ഷണം ഒന്ന് മാറ്റി തരണമേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന പലരെ നമുക്ക് കാണാൻ പറ്റും. ഉപവാസ പ്രാർത്ഥന അതിനൊന്നും വേണ്ടിയുള്ളതല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ മുന്നിൽ വരുന്ന ആ പരീക്ഷണങ്ങളെ സഹിക്കാനുള്ള ദൈവകൃപയ്ക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനുള്ള ശക്തി പ്രാപിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ, ധൈര്യം നേരിടുവാൻ അതിനുവേണ്ടിയാണ് ഉപവസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എന്നാൽ അനേക ആളുകൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നത് ഇതേ ആത്മീക ഗോളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്കതൊന്നുമല്ല വേണ്ടത്. നമുക്ക് വചനം പറയുന്നതാണ് വേണ്ടത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് ആ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, അവൻ, ഈ പരീക്ഷ സഹിക്കുന്ന അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ കൊള്ളാവുന്നവനായിട്ട് എങ്ങനെയാണ് തെളിയുന്നത്? പരീക്ഷ സഹിക്കുമ്പോഴാണ് കൊള്ളാവുന്നവനായിട്ട് തെളിഞ്ഞു വരികയുള്ളൂ. അങ്ങനെ തെളിഞ്ഞു വന്ന ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവന് കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ വീട് തരാം, ഇവിടെ സ്ഥലം തരാം, ഇവിടെ കുറെ പണം തരാം എന്നുള്ള വാഗ്ദത്തമല്ല. കർത്താവ് ഒരു വലിയ വാഗ്ദത്തം. എന്താണ് ആ വാഗ്ദത്തം? ജീവകിരീടം. ജീവന്റെ കിരീടം
നമുക്ക് തരാമെന്നാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആർക്കത് കിട്ടും? പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ്, കൊള്ളാകുന്നവനായി ദൈവം മുൻപാകെ തെളിയിക്കപ്പെടുന്നവനാണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം കിട്ടുകയുള്ളൂ. ഒരിക്കലും വാടിപ്പോകാത്ത ജീവന്റെ കിരീടം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അത് കിട്ടണമെങ്കിൽ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ഞാനും നിങ്ങളും ജീവിച്ചേ പറ്റൂ. നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്. ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് തികവുള്ളതാണ്, പൂർണ്ണത നിറഞ്ഞതാണ്. ഇതിലെല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ജീവനും ഭക്തിക്ക് ആവശ്യമായുള്ളതെല്ലാം തന്നെ ഈ വിശുദ്ധ ബൈബിളിൽ കണ്ടെത്താൻ സാധിക്കും. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടം, ജീവിത പ്രതിസന്ധിയുടെ ഒരു ഘട്ടം വന്നാലും നമ്മൾ ഈ ബൈബിൾ ഒന്ന് വായിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നൊരു പ്രസംഗം നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ അന്ന് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും. നമുക്കൊരു പുതിയ ധൈര്യം കിട്ടും, ഒരു പുതിയ ഉറപ്പ് കിട്ടും, ഒരു പുതിയ ശക്തി കിട്ടും. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കണമെന്നാണ്. ഉറ്റുനോക്കണം. വെറുതെ നോക്കിയാൽ പോരാ. ചില ആളുകൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ, വിശുദ്ധ ബൈബിളിനെ വെറുതെ ഒന്ന് നോക്കും, ഒരു രസത്തിനങ്ങ് നോക്കും, ഒന്ന് രസത്തിനൊന്ന് വായിക്കും. ദൈവം എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ബൈബിൾ വായിക്കുന്നവരുണ്ട്. ചിലർ ബൈബിൾ തുറക്കുന്നത് വായിക്കുന്നത് ഞായറാഴ്ച മാത്രമാണ്, ബാക്കി എല്ലാ ദിവസവും അത് അടച്ചു വച്ചിരിക്കും. അങ്ങനെയല്ല. ഈ വിശുദ്ധ ബൈബിൾ എല്ലാ ദിവസവും, ഈ ബൈബിളിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും നമ്മളത് വായിക്കും. ആരും നമുക്ക് പറഞ്ഞു തരണ്ട. അതുകൊണ്ട് ഈ പ്രമാണത്തെ ഉറ്റുനോക്കണം, അതിൽ നിലനിൽക്കണം. കേട്ട് മറക്കുന്നവനായി മാറാൻ പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിലനിൽക്കുന്നവരാകണം. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നമ്മൾ ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകുന്ന ഞാങ്ങണച്ചെടി പോലെ ആവരുത്. ഉറച്ചു നിൽക്കണം. ജീവിതത്തിൽ നമുക്ക് ഓർക്കാപ്പുറത്തായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്ക് 1000 അനുഭവങ്ങൾ പറയാൻ കഴിയും. ചിന്തിക്കാത്ത നേരത്ത് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് നിലനിർത്തി. ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും പല പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. തകർന്നു പോകാവുന്ന വിഷയം വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോകാമെന്ന വിഷയം വന്നിട്ടുണ്ട്. ഈ വിശ്വാസം തന്നെ വിട്ടു ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മളെ നിലനിർത്തി. അവന്റെ വചനത്തിൽ ദൈവം നിലനിർത്തി. നാം നിലനിൽക്കുന്നവരായിരിക്കണം. എന്തൊക്കെ പ്രശ്നം വന്നാലും യേശുവിലുള്ള വിശ്വാസത്തിലും വചനത്തിലും നമ്മൾ നിലനിൽക്കണം. ഈ വചനത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ മാത്രം കേൾക്കുന്നവരായിട്ടല്ല. ചിലർ പ്രസംഗം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കേൾക്കും, അതിനുശേഷം അവർ മറന്നു കളയും. അവര് മനഃപൂർവ്വം മറക്കുകയാണ്. അത് പാടില്ല. ദൈവവചനം കേൾക്കുന്നത്, വായിക്കുന്നത് നമ്മളത് സൂക്ഷ്മതയോടെ നിലനിർത്തിക്കൊണ്ടുപോയാൽ
മറക്കാതിരുന്നാലുള്ള ഗുണമെന്നറിയാമോ? ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരും. നമുക്കതിനെ ധൈര്യത്തോടെ നേരിടാൻ പറ്റും. നമുക്ക് ആ പ്രതിസന്ധിയെ ജയിക്കാൻ പറ്റും. ആ സാത്താന്റെ പ്രലോഭനങ്ങളെ നമുക്ക് നേരിട്ട് വിജയ ശ്രീലാളിതനായി നമുക്ക് പുറത്തു വരുവാൻ പറ്റും. ആരാണ് ഭാഗ്യവാൻ? നാം കേൾക്കുന്ന വചനങ്ങൾ, നാം വായിക്കുന്ന വചനങ്ങൾ, നാം ധ്യാനിക്കുന്ന വചനങ്ങൾ കേട്ടതുകൊണ്ട് ഭാഗ്യവാനാവില്ല, അത് ഓർത്തത് കൊണ്ട് ഭാഗ്യവാനാവില്ല. ഭാഗ്യവാനാകണമെങ്കിൽ അത് ചെയ്യുന്നവനായിരിക്കണം, അത് പ്രവർത്തിക്കുന്നവനായിരിക്കണം, ദൈവവചനങ്ങളെ അനുസരിക്കുന്നവനായിരിക്കണം. നമ്മളെ ഈ ദൈവവചനം അനുസരിപ്പിക്കാതിരിക്കുവാൻ സാത്താൻ നോക്കും. ദൈവത്തോട് മറുതലിപ്പുള്ളവരാക്കി മാറ്റാൻ സാത്താൻ നിരന്തരമായി നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല വേണ്ടത്. സാത്താന്റെ പ്രലോഭനങ്ങൾ അതിജീവിച്ചുകൊണ്ട് എന്തു വില കൊടുത്തും, അറ്റ് എനി കോസ്റ്റ്, എന്തു വില കൊടുത്തും ദൈവവചനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവനായിരിക്കണം, അനുസരിക്കുന്നവനായിരിക്കണം. ദൈവം പോകാൻ പറഞ്ഞാൽ പോകണം, വരാൻ പറഞ്ഞാൽ വരണം, ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യണം. അങ്ങനെ ദൈവവചനം അനുസരിക്കുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്? ഭാഗ്യവാനായി മാറുന്നത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പൊ അനുസരിക്കണം, പ്രമാണിക്കണം, പ്രവർത്തിപ്പിക്കണം. അപ്പോൾ നാം ഭാഗ്യവാനായി മാറും. സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് ദൈവവചനം പറയുന്നു. എന്താണ് ഈ സഹിഷ്ണുത? അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് ഇയ്യോബ് എന്ന ദൈവഭക്തനെ കുറിച്ച് അവിടെ ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിനെല്ലാം ഉണ്ടായിരുന്നു. വലിയ ധനികൻ, 10 മക്കൾ, സുന്ദരന്മാരായ സുന്ദരികളായ 10 മക്കൾ, ഭാര്യ, ഒട്ടകങ്ങൾ, ആടുമാടുകൾ, ഒത്തിരി സ്ഥലം, കൊട്ടാരങ്ങൾ, വെള്ളി, പൊന്ന്, എല്ലാം കൊണ്ടും ധനികനായ, മഹാധനികനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അതിനേക്കാളെല്ലാം ഉപരി ഇയ്യോബ് സത്യസന്ധനായിരുന്നു. അതാണ് അവനെ ഭാഗ്യവാനാക്കി മാറ്റിയത്. ഒരു പാപത്തിന്റെ വഴിയിലും ആ മനുഷ്യൻ സഞ്ചരിച്ചില്ല. നിർദോഷനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. സാത്താൻ പോലും ഇയ്യോബിനെതിരായിട്ട് ദൈവസന്നിധിയിൽ സംസാരിച്ചപ്പോൾ സാത്താന്റെ മുഖത്ത് നോക്കി ഇയ്യോബിനെ കുറിച്ച് ദൈവം തമ്പുരാനാണ് സാക്ഷ്യം പറഞ്ഞത്. ഇയ്യോബിനെ പോലെ ദോഷം വിട്ടകലുന്ന, നിഷ്കളങ്കനായ, നിർമ്മലനായ ഒരുത്തനില്ലെന്ന്. സാത്താൻ ലജ്ജിച്ചുപോയി. അത്രമാത്രം ദൈവഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യൻ. തൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തു പോകുമോ എന്നദ്ദേഹം ഭയപ്പെട്ടിട്ട് അതിനു വേണ്ടി കൂടി അത് യാഗമർപ്പിച്ചിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ഇയ്യോബും തൻ്റെ കുടുംബവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓർക്കാപ്പുറത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. ശത്രുക്കൾ ഒട്ടകങ്ങൾ പിടിച്ചുകൊണ്ടുപോയി, ആടുമാടുകളെ പിടിച്ചുകൊണ്ടുപോയി. ഓരോരുത്തരായിട്ട് വന്ന് പറയുകയാണ്, വഴുതിപ്പോയവർ വന്ന് പറയുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ 10 മക്കളും മരിച്ചുപോയ വാർത്തയും കൂടി കേൾക്കുന്നത്. ഇദ്ദേഹം രോഗിയുമായി. എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. വരുന്ന സ്നേഹിതന്മാർ കുറ്റപ്പെടുത്തുന്നു, സ്വന്തം ഭാര്യ പോലും കുറ്റപ്പെടുത്തുന്നു. അവർക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല. അവർ സുഖമായിട്ടാണ് തൻ്റെ കൂടെ ഇരിക്കുന്നത്. അവർ പോലും എന്താ പറഞ്ഞത്? ഈ ദൈവത്തെ നീ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല, നീ പോയി ചത്തുകളയാൻ പറഞ്ഞു. ആത്മഹത്യ ചെയ്യാനാ പറഞ്ഞത്. അവിടെയും
യോബ് പിടിച്ചു നിന്നു, സഹിഷ്ണുത കാണിച്ചു. ഒരു വാക്കിൽ പോലും ദൈവത്തിനെതിരായി സംസാരിച്ചില്ല. നമ്മളൊക്കെ ആണെങ്കിലോ, നമുക്കൊരു കൊച്ചു പ്രശ്നം വരുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ക്രിസ്ത്യ ജീവിതം വന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇയ്യോബിന്റെ പ്രശ്നം വെച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ലായിരുന്നു. തൻ്റെ സ്വന്തം 10 മക്കൾ, വേറെ എല്ലാം പോട്ടെ, തനിക്ക് രോഗം വന്നതും പോട്ടെ, തൻ്റെ രക്തത്തിൽ ജനിച്ച 10 മക്കളും ഒറ്റ ദിവസം കൊണ്ട് അവർ മരിച്ചു പോയെന്ന് കേട്ടാൽ ഒന്നോർത്തെ, നമ്മളാണെങ്കിൽ ഈ വിശ്വാസം തന്നെ വിട്ടുപോകും. പിന്നെ സഭയിലും വരില്ല, ആരാധനയ്ക്കും വരില്ല. ഈ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതിനായി മാറും. നമ്മുടെ മക്കൾക്ക് കുറച്ചധികം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രോഗം വന്നാൽ മതി, പിന്നെ എല്ലാവരും ദേഷ്യമുണ്ട്. പാസ്റ്ററോട് ദേഷ്യം, പാസ്റ്ററുടെ കുടുംബത്തോട് ദേഷ്യം, സഭക്കാരോട് ദേഷ്യം, ദൈവത്തോട് ദേഷ്യം. പാസ്റ്ററും കുടുംബവും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എനിക്കിതൊക്കെ വന്നത്. ആ സഭ ശരിയല്ല, ആ പാസ്റ്റർ ശരിയല്ല, ഞാൻ സഭ വിടുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇയ്യോബ് ഇതൊക്കെ ചെയ്യണ്ടേ? എന്തെല്ലാം നഷ്ടങ്ങളാണ് ആ മനുഷ്യനുണ്ടായത്. ഇയ്യോബ് ദൈവത്തെ വിട്ടുപോകണ്ടേ? അദ്ദേഹം തൻ്റെ ഭാര്യയോട് എന്താ പറഞ്ഞത്? ദൈവത്തിൽ നിന്ന് നന്മകൾ നമ്മൾ പ്രാപിച്ചു, ദൈവത്തിൽ നിന്ന് തിന്മകളും നമ്മൾ പ്രാപിക്കേണ്ടവരല്ലയോ? ഒരു വാക്കിൽ പോലും ദൈവത്തിനെതിരായി ദോഷമായിട്ട് അദ്ദേഹം ചിന്തിച്ചില്ല, പറഞ്ഞില്ല. അദ്ദേഹം സഹിഷ്ണുത കാണിക്കുകയായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും ദൈവത്തിൽ നിന്നും, എൻ്റെ ദൈവമേ, ഇതെല്ലാം സഹിക്കാനുള്ള സഹിഷ്ണുതയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സ്വർഗം തുറന്ന് അതെല്ലാം, ആ ജീവിതത്തിൻ്റെ ആ കഠിനമായ കൈപ്പേറിയ തീച്ചൂള പോലെയുള്ള ആ പ്രതിസന്ധികളെ അദ്ദേഹത്തിന് സഹിക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ആരായി മാറി? ഭാഗ്യവാനായി മാറി. സഹിഷ്ണുത കാണിച്ചവരാരാണ്? ദൈവത്തിൻ്റെ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ആ സഹിഷ്ണുത കാണിച്ച് ദൈവത്തിൻ്റെ ഭാഗ്യവാനായി മാറിക്കഴിഞ്ഞപ്പോൾ ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. യോബിന്റെ പുസ്തകം 42 അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണ്. 1-2 അധ്യായത്തിലെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ 42-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബിനെ പണ്ടത്തെക്കാൾ അധികമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ നഷ്ടപ്പെട്ടു പോയ 10 മക്കൾക്ക് പകരം ദൈവം വേറെ 10 മക്കളെ ദൈവം കൊടുത്തു. ഇരട്ടി ഒട്ടകങ്ങളെ കൊടുത്തു, ഇരട്ടി ആടുമാടുകളെ കൊടുത്തു, വെള്ളി, പൊന്ന്, നാണയങ്ങൾ ഇതെല്ലാം ഇരട്ടിയായി കൊടുത്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനം. ആത്മാവിൽ ആരംഭിച്ചിട്ട് അദ്ദേഹം ആത്മാവിൽ തന്നെ അവസാനിപ്പിച്ചു. ഇന്ന് പലരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മാവിലൊക്കെ ആരംഭിക്കും, പിന്നെ കാണുന്നത് ജഡത്തിലാണ്. യോബ് ആ തകർച്ചയുടെ തീച്ചൂളയുടെ പോയി എല്ലാം സഹിച്ചപ്പോൾ അവൻ അറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ ത്വക്ക്, എൻ്റെ ഈ ശരീരം പുഴുക്കൾ തിന്ന് ഈ മണ്ണിനോട് അലിഞ്ഞു ചേർന്നാലും ഞാനൊരു കാര്യം പ്രത്യാശിക്കുന്നു, ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു. എന്നെ സൃഷ്ടിച്ചവൻ ഒരു നാൾ വരും, വരുമ്പോൾ ഞാൻ
സ്വർഗീയമായൊരു ശരീരത്തോടെ അവന് ഞാൻ എതിരേൽക്കും എന്ന് അദ്ദേഹം പറയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം, ഈ ഒരു പ്രത്യാശ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം, ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകണം. സഹിഷ്ണുത കാണിച്ചവർ ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഈ 3 ഭാഗ്യപദവിയും എനിക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. പക്ഷേ പരീക്ഷ സഹിക്കണം, വചനം അനുസരിക്കണം, സഹിഷ്ണുത കാണിക്കണം.